വൈദ്യരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ആശ്രമത്തിലേക്ക് തിരിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി. ശേഷം അവിടെ എത്തുന്നതും വൈദ്യൻ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് മോൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിർമ്മലമായ നിഷ്കളങ്കമായ മനസ്സുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഒരു 90-95% എന്റെ ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല. ആക്സിഡന്റ് നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ കുറച്ചുകൂടി പ്രതീക്ഷ ഞാൻ അയാൾക്ക് കൊടുത്തേനെ. അങ്ങനെയുള്ള കേസുകൾ വിജയിച്ച ചരിത്രവും എനിക്കുണ്ട്. അത്തരം പേഷ്യൻസ് പ്രതീക്ഷകൾ കൈവിട്ട ശേഷം അല്ല ഇവിടെ വരാറുള്ളത് എന്നുള്ള വൈദ്യരുടെ വാക്കുകൾ കേട്ട് നിരാശയാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക്. തുടർന്ന് വൈദ്യർ വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ എന്റെ ചികിത്സയും കുട്ടിയുടെ പരിചരണവും രണ്ടും കൂടി ആവുമ്പോൾ അയാളുടെ തളർത്ത ഭാഗങ്ങൾക്ക് നേരിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ശരീരം മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ 5% എന്നുള്ളത് 50% ആവും എന്നും വൈദ്യര് പറയുന്നത് കേട്ട് ചെറിയൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക്. തുടർന്ന് അപൂർവ ഇനം സസ്യങ്ങളുടെ വേരുകൾ ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കിയ മിശ്രിതം തരാം. കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കഴിപ്പിക്കണം. ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ ഇനി വേണ്ട എന്ന് പറയും എന്നെല്ലാം വൈദ്യം പറയുമ്പോൾ ഇത്തിരി വാശി എടുത്തിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ കൊണ്ട് കഴിപ്പിക്കാം എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് വൈദ്യനോടായിട്ട്. തുടർന്ന് വിജയിക്കും എന്ന പ്രതീക്ഷയോടെ ഇന്ന് മുതൽ യാത്ര തുടങ്ങാമെന്നും വൈദ്യൻ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കണ്ണനാണെങ്കിലും മഹാലക്ഷ്മി വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല കേട്ടോ. ഇത് കണ്ടുകൊണ്ട് വരുന്ന ദുർഗ എന്താ മോന്റെ മുഖത്തൊരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ മഹിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കണ്ണൻ പറയുന്നതും ഇനി വിളിച്ചാലൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇത് കേട്ടുകൊണ്ട് വരുന്ന കരുണയാണെങ്കിൽ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തി അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു പോയിട്ട് മോൻ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല എന്ന് ദുർഗ പറയുന്നത് കേൾക്കുന്ന കണ്ണൻ അത് അത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട, എന്തെങ്കിലും കാരണം കാണുമെന്ന് കണ്ണൻ പറയുന്നുണ്ട് അവരോടായിട്ട്. ആ കാരണം എന്താണെന്ന് മനസ്സിലാകാത്തത് എന്ന് കരുണ പറയുമ്പോൾ ഒരുത്തന്നെ ഏതു നേരവും അവളെയും വിളിച്ച് ചുറ്റിക്കറങ്ങല്ലേ, അതിന് അവളുടെ ഭർത്താവ് തന്നെ അനുമതി കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തി ദുർഗ പറയുമ്പോൾ ഞാൻ അങ്ങനെ അയാൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണെന്ന് കണ്ണൻ പറയുന്നതും ഈ ലോകത്തെ കണ്ണേട്ടനെ ആരെ വിശ്വസിച്ചാലും അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും സ്വന്തം ചേച്ചിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ കരുണയ്ക്ക് എന്ന് നല്ല മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് കരുണ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് എന്നെ അവളെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കണ്ണേട്ടനെ കുറിച്ച് കാണുമൊന്നുമല്ല, കണ്ണേട്ടനെ പോലെ ഒരാൾ പെണ്ണ് കാണാൻ വരുമ്പോൾ ഏതൊരു പെണ്ണും ആദ്യം കല്യാണം വേണ്ടെന്നേ പറയൂ. ഇവിടെ എൻ്റെ അമ്മയ്ക്ക് കണ്ണേട്ടനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അമ്മയോട് തർക്കിക്കുകയായിരുന്നു ലക്ഷ്മി കല്യാണം കഴിക്കുകയാണെങ്കിൽ കണ്ണേട്ടനെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മഹാലക്ഷ്മിയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. തുടർന്ന് ദുർഗയും പറയുന്നുണ്ട്, അവള് പലതും മോഹിച്ചിട്ടാ കണ്ണ ഇങ്ങോട്ട് വന്നത്, നീയുമായിട്ടുള്ള കുടുംബജീവിതം ഒഴിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയും മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അയാളെ വിളിച്ചിട്ട് കിട്ടാത്തതിന് എന്തെങ്കിലും കാരണം കാണും, അതിന് രണ്ടാളും കൂടി കഥകളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ കരുണേ, നീ അറിഞ്ഞതുപോലെയല്ല ഞാൻ എൻ്റെ മഹിയെ അറിഞ്ഞിരിക്കുന്നത്. എൻ്റെ ജീവിതം ഇതുവരെ ഇരുട്ടിലായിരുന്നു, ഇപ്പോൾ വീൽ ചെയറിലെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. അതുകൂടി ഇല്ലാത്തപ്പോൾ എന്നെ ആര് നോക്കും എന്ന വിഷമത്തിലായിരുന്നു ഞാൻ. ആ സമയത്ത് ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ് മഹിയെ. അങ്ങനെയുള്ള മഹിയെ എന്നിൽ നിന്നും വേർപെടുത്താൻ ആർക്കും കഴിയില്ല. ഞാൻ ഇരുന്ന് തിരങ്ങുമ്പോൾ ഇത്തിരി കഞ്ഞി വെള്ളമെങ്കിലും വായിലേക്ക് ഒഴിച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ അവൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഭാഗ്യവൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നല്ല മറുപടി കൊടുത്ത് കണ്ണൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഇയാൾ എന്താ ഇങ്ങനെ, അവൻ അവൾ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അവൻ അവളില്ലാതെ ഇനി പറ്റില്ല, അതുപോലെ അവന്റെ ചങ്കിനകത്തേക്ക് തുളച്ചു കയറി എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഇനി നമ്മൾ പറഞ്ഞതുപോലെ അവൾ ആ സാഗറിനൊപ്പം പോയോ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്ന് പോയാൽ മതി, അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അവൻ ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയും കരുണയും കൂടി മനക്കോട്ട കെട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് അങ്ങനെ തന്നെ ആവണേ, അവൾ ആ സാഗറിനൊപ്പം പോയിക്കണേ എന്നെല്ലാം മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് ഇവിടെ ആശ്രമത്തിലാണെങ്കിൽ വൈദ്യൻ ദൈവത്തെ പ്രാർത്ഥിച്ചതിന് ശേഷം അതീവ സൂക്ഷ്മമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇത്. മുടങ്ങാതെ എല്ലാ ദിവസവും കണ്ണന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നുകൾ മഹാലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് പതിവ്രതയായ ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥന ദൈവങ്ങളുടെ മനസ്സിനെ ഇളക്കി മറിക്കും. അങ്ങനെയുള്ള ഒരു മനസ്സ് കുട്ടിക്കുണ്ട്. എന്റെ ചികിത്സയ്ക്ക് മുകളിലാണ് മോളുടെ പ്രാർത്ഥന എങ്കിൽ അതിന്റെ ഫലം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്നെല്ലാം വൈദ്യൻ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മിയെ അനുഗ്രഹിച്ചതിന് ശേഷം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നും ഈ മരുന്നുകളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ അനുഗ്രഹിച്ച് അയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി അവിടെ നിന്നും പോയതിനു ശേഷം ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടി വ്രതം എടുത്ത് നടക്കുന്ന കുട്ടിയാണത്. അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ട് അത്. കർത്താവ് അനുഗ്രഹിക്കണേ എന്ന് മഹാലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ വൈദ്യൻ. അതിനുശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മി കാറിലിരുന്നു കൊണ്ട് തന്നെ ഫോൺ എടുത്ത് നോക്കുന്നതും അത് ചാർജ് ഇല്ലാതെ ഓഫായി പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തോമസ് വൈദ്യനെ കാണാൻ പോയതുകൊണ്ടാണ് കണ്ണേട്ടനെ വിളിക്കാൻ പറ്റാതിരുന്നത്. കണ്ണേട്ടൻ എന്ത് പറയുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ.
തുടർന്ന് ഡ്രൈവറോട് ആ ഫോൺ ചാർജിലിടാനും പറയുന്നുണ്ട്. ഇവിടെ കണ്ണനാണെങ്കിലും മഹാലക്ഷ്മിയെ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് ആകെ ടെൻഷനോടെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത് ആദ്യത്തെ സംഭവമാണ്. എവിടെ പോയാലും അയാൾ എന്നെ വിളിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ കണ്ണൻ. അതിനുശേഷം ഇത്രയും സമയമായിട്ട് അവള് വന്നിട്ടില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, ഇനി അവള് വരില്ല എന്നെല്ലാം കരുണ ഉറപ്പിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ കണ്ണനെ അവള് വിളിക്കാതിരിക്കൂ എന്ന് ദുർഗയും പറയുന്നുണ്ട്. ഇതേ സമയം ഉണ്ണി വരികയാണ് കേട്ടോ. ഇതുവരെ അവര് വന്നില്ല എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി കൊടുക്കുകയാണ് ദുർഗ. തുടർന്ന് ആ സാഗറിന്റെ നമ്പർ ഉണ്ണിയേട്ടന്റെ കയ്യിലുണ്ടെങ്കിൽ അയാളെ ഒന്ന് വിളിച്ചു നോക്കണം എന്നൊക്കെ കരുണ പറയുമ്പോൾ വിളിക്കണോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ വിളിക്കണം, അവന്റെ ഒപ്പം അവളുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പറ, അതോടെ ആ സംശയവും അവളുടെ ഇവിടുത്തെ ജീവിതവും തീർന്നു എന്നെല്ലാം ദുർഗ പറയുമ്പോൾ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി സാഗറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അയാളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശേഷം അവൻ ഔട്ട് ഓഫ് റേഞ്ചിലാണ് എന്ന് ഉണ്ണി പറയുമ്പോൾ ഓ അപ്പൊ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തേക്ക് അവൻ അവളെയും കൊണ്ട് മുങ്ങി എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് 1000 തവണ ഞാൻ അവനോട് പറഞ്ഞതാണ് അവളെ സൂക്ഷിക്കണം എന്നൊക്കെ ദുർഗ പറയുമ്പോൾ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്, അവള് അവന്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ, അതല്ലേ നമ്മുടെ ആഗ്രഹം എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല മോളെ, കരുണന്റെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടെന്ന് അവന് തോന്നണ്ടേ എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് കരുണയോടായിട്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മളെയൊക്കെ കഴുതകളാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അയാൾ ചെയ്തത്, ഇതൊക്കെ അയാൾക്ക് കിട്ടിയ തിരിച്ചടി എന്നൊക്കെ ഉണ്ണി പറയുമ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾക്കും അയാൾക്കും എന്തൊരു അഹങ്കാരമായിരുന്നു, അപ്പോൾ ദൈവം ഇങ്ങനെ തിരിച്ചടി കൊടുക്കാതിരിക്കുമോ എന്നെല്ലാം ദുർഗയും പറയുന്നുണ്ട് ഇതേ സമയം. തുടർന്ന് ഞാൻ എന്തായാലും അവനെ ഒന്ന് ചൂട് പിടിപ്പിക്കട്ടെ, ഇനി അവളെങ്ങാനും തിരിച്ചു വന്നു കഴിഞ്ഞാൽ കണ്ണൻ അവളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ കണ്ണന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശേഷം അവളെങ്ങാനും പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ മനസ്സമാധാനത്തിൽ കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണയും കരുണയും സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയെ കാണാതെ ടെൻഷനോടെ ഇരിക്കുന്ന കണ്ണന്റെ അടുത്തേക്ക് ദുർഗ വരികയാണ് കേട്ടോ. എന്തായി മോനെ, അവളെ വിളിച്ചിട്ട് കിട്ടിയോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ. ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ കണ്ണി കണ്ടവരുടെ കൂടെയൊക്കെ അവളെ വിടരുതെന്ന്, അങ്ങനെ വിട്ടാൽ ഇതാ കുഴപ്പവും, ഇനി അവളെ വിളിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇനി കുറെ കഴിയുമ്പോൾ അവള് കയറി വരും എന്തെങ്കിലുമൊക്കെ കഥയും പറഞ്ഞെന്നൊക്കെ ദുർഗ ഇങ്ങനെ ചൂട് പിടിപ്പിക്കാനായിട്ട് കണ്ണനെ ചൂട് പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയുമ്പോൾ അങ്ങനെ അയാൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് 100% സത്യമായിരിക്കും എന്ന് കണ്ണൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ദുർഗയ്ക്ക്. നീ എന്തിനാ അവളെ ഇനിയും വിശ്വസിക്കുന്നതെന്ന് ദുർഗ ചോദിക്കുമ്പോൾ എനിക്ക് ഈ ലോകത്ത് ഈ വീട്ടിൽ വിശ്വസിക്കാൻ കഴിയുന്ന 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, അവര് പോയി, പിന്നെ എനിക്ക് ആകെ വിശ്വസിക്കാൻ കഴിയാവുന്നത് എൻ്റെ സുഹൃത്തുക്കൾ മാത്രമാണ്. അതിനുശേഷം എനിക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് ഈ വീട്ടിലേക്ക് കയറി വന്നു എൻ്റെ ഭാര്യയായിട്ട്. ആ ഭാര്യയെ പറ്റി ആരെന്ത് തെറ്റായിട്ട് പറഞ്ഞാലും അത് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് തുറന്നടിച്ച് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ ദുർഗയുടെ മുഖത്ത് നോക്കി. തുടർന്ന് നിന്നെ വേദനിപ്പിച്ച അവൾ അവളുടെ പാട്ടിന് പോകുമെന്നെല്ലാം ദുർഗ വീണ്ടും മഹാലക്ഷ്മിയെ കുറിച്ച് കുറ്റപ്പെടുത്തി പറയുമ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം, എന്റെ മഹിയെ കുറിച്ച് ആരും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് സാഗറിന്റെ കൂടെ പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ദുർഗ വീണ്ടും പറയുമ്പോൾ സാഗറിനൊപ്പം മഹി പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്, അമ്മയുൾപ്പെടെ പലരും അതിന്റെ പേരിൽ മഹിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് മഹി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും സാഗറിനോടൊപ്പം യാത്ര ചെയ്യുന്നില്ല എന്ന് മഹി പറഞ്ഞിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്, കാരണം അതിന്റെ ആവശ്യം എന്താ, സാഗർ വരുന്നതിന് മുൻപ് ഞാനും മഹിയും കമ്പനി ഡ്രൈവറുടെ കാറിലല്ലേ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, അയാൾ എന്താ ആണല്ലേ, അങ്ങനെ ഓരോരുത്തരുടെ ഒപ്പം ചേർത്ത് മഹിയെ കുറിച്ച് കഥയുണ്ടാക്കിയാൽ അവൾക്ക് പിന്നെ എവിടെയും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ മഹിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എനിക്ക് എന്റെ ഭാര്യയെ വിശ്വാസമാണ്, അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ നോക്കണ്ട എന്നും ദുർഗയ്ക്ക് തക്ക മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. തുടർന്ന് നീ ഇങ്ങനെ ഭാര്യയെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന്റെ പേരിൽ ഒടുക്കം നിനക്ക് കരയേണ്ടി വരരുത്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. വീണ്ടും കണ്ണൻ മഹാലക്ഷ്മിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ഇനി അയാൾ എന്നെയും വിളിച്ച് കിട്ടണ്ട, വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്നതിന്റെ ടെൻഷൻ എന്താണെന്ന് അയാളും ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ സന്തോഷത്തോടെ മുത്തശ്ശിയുടെ അടുത്ത് ഓടി വന്നിട്ട് അമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്, ആ ജാതകദോഷം ഉള്ളവളെ കാണാനില്ല എന്നെല്ലാം പ്രതാപൻ അറിയിക്കുമ്പോൾ ആര് ലക്ഷ്മിയോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നതും അതെ, രാവിലെ അമ്പലത്തിലേക്കെന്നോ മാർക്കറ്റിലേക്കെന്നോ ഒക്കെ പറഞ്ഞു പോയത്, അവൾ ഇതുവരെ തിരികെ ചെന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഇനി അവൾക്ക് വല്ല അപകടം പറ്റിയതാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവൾക്കല്ല, ആ കണ്ണനാണെന്ന് പ്രതാപൻ പറയുമ്പോൾ അവർ ഒരുമിച്ചാണോ പോയത് എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോൾ അവൻ വീട്ടിൽ തന്നെയുണ്ട്, ലക്ഷ്മി ഒളിച്ചോടി പോയാൽ പിന്നെ ആർക്ക് അപകടം ഉണ്ടാവുന്നത് എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഓ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മതി മറന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഇതേ സമയം മോഹിനി അവിടേക്ക് വരുമ്പോൾ പ്രിയ ഭാര്യ നിന്റെ നിഷ്കളങ്കയായ മോള് അവളെ ഇപ്പൊ കാണാനില്ല എന്ന് പ്രതാപൻ പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ കണ്ണന്റെ മടിയിലൊന്നും അവൾ ഒതുങ്ങില്ലെന്ന്, അവൾ ആ സാഗറിന്റെ കൂടെ കറങ്ങി നടക്കുകയായിരുന്നു, അങ്ങനെ കറങ്ങി കറങ്ങി അവനെയും കറക്കി അവൾ കൊണ്ടുപോയി എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ എന്റെ മോൾ അങ്ങനെ ഒരു ചതി ചെയ്യില്ല,
എന്നെല്ലാം പറയുമ്പോൾ നിന്റെ ഭർത്താവ് പോയി 4ന്റെ അന്ന് നീ അവനെ കെട്ടി എന്നെല്ലാം മോഹിനിയെ കുറ്റപ്പെടുത്തി മുത്തശ്ശി പറയുമ്പോൾ ആ കഥയൊന്നും അമ്മയും പ്രതാപേട്ടനും കൂടി പറയണ്ട. അതെന്താണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെന്നെല്ലാം മോഹിനി പറയുമ്പോൾ ഇവന്റെ ചെറുപ്പത്തിലേ ഇവന്റെ അച്ഛൻ മരിച്ചതാണ്, എന്നിട്ട് ഞാൻ വേറെ കെട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ആ സ്വഭാവം തന്നെ നിന്റെ മോളും കാണിച്ചു. അവൾ ഇത്ര നാളും അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്റെ മോള് വിശേഷം അറിയിച്ചതോടെ അവൾക്ക് ഇളക്കം തുടങ്ങി. പിന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു അവൾക്ക് ഒരു കുഞ്ഞു വേണമെന്ന്. അങ്ങനെ കൃത്യസമയത്ത് അത് മനസ്സിലാക്കി ആ സാഗറിനൊപ്പം അവൾ ഒളിച്ചോടി പോയി എന്നുള്ള രീതിയിൽ മഹാലക്ഷ്മിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി സത്യം അറിയാതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ നിന്നെ വിളിക്കും, അമ്മേ ഞാനും സാഗറും സുഖമായി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി.